ഹലോ ഗൈസ്, അസ്സാമു അലൈക്കും. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മക്കയിൽ നമ്മുടെ റൂമിൻ്റെ 5th ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ ഏറ്റവും ടോപ്പിലാണ്, നമ്മൾ 5th ഫ്ലോറാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളുള്ളത്. അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയതാണ്. പക്ഷേ വെയിൽ കൊണ്ടിട്ട് ഒരു രക്ഷയുമില്ല, ഭയങ്കര ചൂടും. അപ്പം ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവിടേക്ക് കുറച്ച് ഡേർട്ടി ആയിട്ടാണ് കിടക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെ പോലെയല്ല, ഇവിടെ റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്നവരൊക്കെ സാധനങ്ങൾ അധികം അവരിവിടേക്ക് ഉപേക്ഷിച്ചിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള റൂമിലുള്ള ഒരു ഫാമിലി അവരുടെ ക്ലോത്ത്സൊക്കെ ഇവിടെയാണ് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം ഞാനും സോയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഏറ്റവും ടോപ്പിലേക്കൊന്ന് കയറുകയാണ്. നിങ്ങളിതാ മുകളിലേക്കൊന്ന് കയറി നോക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വ്യൂ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. നല്ല രസമാണ്. പക്ഷേ നമുക്ക് പകൽ ഇറങ്ങൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചൂട് അത്രയും ചൂടാണ്. അപ്പം ഇവിടെ ഒരുപാട് ഫ്ലാറ്റ് ഉണ്ട്. ഒന്നാമത് നമ്മൾ മക്കയിലാണ്, അതുപോലെ ഹറമിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നവരും ജോലിക്കാരും ഒക്കെ അധികം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം ഇതിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കാണിച്ചു തരികയാണ് ഞാൻ. നല്ല കുന്നുകളും മലകളും ഒക്കെ ഉള്ള ഒരു പ്ലേസാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു ഗ്രൗണ്ട് പോലെയുള്ളത്, അവിടെയാണ് മക്കയിലേക്ക് വരുന്ന, ഹറമിലേക്ക് വരുന്ന ഉംറയ്ക്ക് പോകുന്നവരും ഒക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാറ് ആ ഒരു സ്ഥലത്താണ്. അത് അവിടുന്ന് അവർ പിന്നെ വേറെ വണ്ടിയിൽ കയറി പോകാനാണുള്ളത്. ഈ കാണുന്നത് ഇവിടെ കോഴീനെ വളർത്തുന്നുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ ആരോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അവിടെ കോഴികളുണ്ട്. അപ്പോൾ അവിടെ കോഴീനെ വളർത്തുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ചുറ്റുഭാഗം ഒന്ന് കാണിച്ചിട്ടാണ്. സോയ വെയിലടിച്ചിട്ട് സോയയ്ക്ക് ഒരു രക്ഷയുമില്ല. അപ്പം നമ്മളിതാ താഴേക്ക് ഇറങ്ങി വരാണ്. അതുപോലെയുള്ളൊരു സംഭവം കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ വാട്ടർ ടാങ്കാണ്, എല്ലാ റൂമിലേക്കുള്ള വാട്ടർ ടാങ്കാണ്. കാണുന്നതൊക്കെ നല്ല മലകളാണ്. പിന്നെ ആ ഒരു സൈഡിലേക്ക് ഒരു റോഡുണ്ട്, ആ ഒരു സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസും ഉണ്ട് കേട്ടോ. അപ്പം ഇനി ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇവിടെ താഴെ ഒരു കുട്ടി വീൽ ചെയർ കൊണ്ടിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ കാണുന്നത് ഒരു നഴ്സറിയാണ്. അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ അപ്പുറത്തെ സൈഡിലൂടെ പോകുന്ന സമയത്ത് കാണുന്നതാണ്. അവിടെയാണ് അതിൻ്റെ എൻട്രൻസ് ഒക്കെ ഉള്ളത്. നല്ല സ്ഥലങ്ങളുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആ സൈഡിലുണ്ട്. ഇത് പിന്നെ ഒരു പാറ ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിപ്പോൾ ഹറമിലേക്ക് പോകുന്നതിൻ്റെയും ജിദ്ദയിലേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ ഒരു സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ് ഞങ്ങളുടെ റൂമുള്ളത്. അപ്പോൾ തിരിച്ച് താഴേക്ക് വരികയാണ് നമ്മൾ. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഏതൊരു റൂമിൻ്റെ മജ്ലിസിലുള്ള സാധനങ്ങളാണ് ഇവരിവിടെ പുറത്തൊക്കെ ഇട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളിതൊന്നും ഉപേക്ഷിച്ച് പോവുകയൊന്നുമില്ല അല്ലേ, അതൊക്കെ നമ്മൾ എടുത്തിട്ട് പോവാറാണ് പതിവ്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയോ റൂമുകളിങ്ങനെ മന്ത്ലി അല്ലെങ്കിൽ ഇങ്ങനെ വെക്കേഷനിൽ വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ അവർ പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോവാറുള്ളത്. പിന്നെ ഇതിപ്പോൾ നമ്മളുടെ റൂമിൻ്റെ സൈഡാണ്. അപ്പം ഇവിടെ കുറച്ചൊരു ഡേർട്ടി ആയിട്ട് മീൻസ് ആ ഭാഗമൊന്നും ക്ലീൻ ചെയ്യാറില്ല, പക്ഷെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല വൃത്തിയുള്ള ഒരു പ്ലേസാണ്. പിന്നെ ഈ കാണുന്നത് 2 റൂമുകളുണ്ട്, അവിടെയും ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട്. പിന്നെ ഇത് തൊട്ടടുത്ത് ഞങ്ങളുടെ ഒരു റൂമാണ്. ഞങ്ങൾ അവരെയും കാണാറില്ല, അവർ ഞങ്ങളെയും കാണാറില്ല എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ റൂമാണ്. അപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. ഓക്കെ, താങ്ക് യു.